ഹലോ, ഇന്ന് നെക്സ്റ്റ് പോയപ്പോൾ ഒരു സംഭവം കണ്ടു. അത് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം കുട്ടിക്കാലത്തിലോട്ട് പെട്ടെന്ന് ഓടിപ്പോയൊരു സംഭവം ഉണ്ടാ. ഇത് കുബ്ലൂസ് നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും, ചിലർ കുബ്ലൂസ് നാരങ്ങ എന്ന് പറയും, അങ്ങനെ പല പേരും. നെക്സ്റ്റ് ഒന്ന് മേടിച്ചത് 4.47 ഗ്രാം. ഇത് പണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് നമ്മൾ എറിഞ്ഞ് വീത്തും, എന്നിട്ട് കഴിക്കാനും. ഹോസ്റ്റലൊക്കെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ കഴിക്കാം. ഇതിൻ്റെ വൈറ്റ് കളറുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെഡ് കളറുണ്ട്. റെഡ് കളറിൽ ഭയങ്കര മധുരമായിരിക്കും. ഇത് ഏത് ഒരു വൈറ്റ്, ഇത് യെല്ലോ ഷെയ്ഡാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി കഥ പറയാം കേട്ടോ. അയ്യോ, എൻ്റെ കണ്ണിലോട്ടൊക്കെ പോയി, പോരുന്നില്ല. ഇതിൻ്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയാണ്. സ്കിന്നിന് അച്ചാറിടാന്നല്ല കേട്ടോ. ഈ സ്കിന്നില്ലേ, ഇത് നമുക്ക് അച്ചാറിടാന്നല്ല കേട്ടോ. അത് ഞാൻ അറിയില്ല. ഇത് കുറച്ച് ചെത്തിക്കളയുക, കാരണം ഇത് ചെറിയൊരു കയ്പുണ്ടാവും. കയ്പ് നമ്മുടെ എന്താ പറയണ, ഈന്തപ്പഴമൊക്കെ ഇട്ട് ഇടണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് അച്ചാറിട്ടതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അറിയാത്തവർ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഇതൊന്നും കട്ട് ചെയ്ത് തേങ്ങ പൊതിക്കണോ. 2 ലിറ്ററുണ്ട്. പണ്ടൊക്കെ ഇത് സ്കൂൾ ടൈമിലൊക്കെ ഇതൊക്കെ പൊളിക്കാൻ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. കാരണം തിന്നാനുള്ള ആക്രാന്തം കൊണ്ടേ വേഗം പൊളിച്ചെടുക്കുന്നത്. ഇപ്പം ഭയങ്കര പാട്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ സ്കൂൾ ലൈഫൊക്കെ ഭയങ്കരമായിട്ട് മിസ്സായി. ഞങ്ങൾ ഹോസ്റ്റലിൽ നടന്നു വരുന്ന അടുത്ത് വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ കട്ട് പറിക്കാന്നൊക്കെ പറയില്ലേ, ഹൈവാ. ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. മധുരം ഇട്ടാ നോക്കട്ടെ. നല്ല മധുരം. നമ്മളിത് അച്ചാറിടുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് അല്ലികൾ കൂടിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റാണ്. ഇത് അച്ചാറിട്ട് കാണിക്കാം കേട്ടോ ഞാൻ, കാരണം ചിലരൊന്നും ഇട്ട് കണ്ടിട്ടില്ല. നമ്മൾ മാതള നാരങ്ങയോ വലിയ നാരങ്ങ ആക്കിയില്ല അച്ചാറിന്, അതുപോലത്തെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. പിന്നെ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. നേപ്പാളുള്ളൊരു ഫ്രണ്ട്, പുള്ളിക്കാരത്തി പറഞ്ഞു തന്നൊരു റെസിപ്പി ആണ് പറയണത്. ഇതിൻ്റെ അല്ലിയില്ലേ, ഈ അല്ലി എടുക്കുക, എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ തൈരില്ലേ, തൈര് നന്നായിട്ട് ഒഴിച്ച് ആ തൈര് ഒഴിച്ച് ഇടിയമുളകിൻ്റെ കുറച്ച് ഫ്ലേവർ ഇട്ട് കടുകിൻ്റെ ഒപ്പം തന്നെ ഉലുവ ഇടണം കേട്ടോ. ഉലുവയാണ് അതിൻ്റെ ഫേവറേറ്റ്, എന്താ അതിൻ്റെ മെയിൻ. ഉലുവയും കടുവും പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇടിയമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ട് ഈ അല്ലികളിട്ട് അവർ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അത് വെറുതെ ഒരു സാലഡായിട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അച്ചാറിനെ കാണിച്ചു തരാം, പക്ഷേ മറ്റേത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു ബാലൻസ് ഉണ്ടാവില്ല. കാരണം ഇവിടെ 2-3 ഫ്രണ്ട്സ് വെള്ളം ഇറക്കിയിരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കണ്ടേ. അപ്പം താങ്ക് യു, ബൈ.